എസ് മേജർ രവി ചേരുന്നുണ്ട്. മേജർ രവി, ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മോഹൻലാലിന്റെ അമ്മ അന്തരിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ മോഹൻലാലിന് അറിയാവുന്ന ഓരോ മലയാളികളും മോഹൻലാലിനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗം താങ്കൾക്ക് എങ്ങനെയാണ് അവരെക്കുറിച്ചുള്ള അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? മോഹൻലാൽ എപ്പോഴെങ്കിലും അമ്മയെക്കുറിച്ച് താങ്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അമ്മയുമായി, മോഹൻലാലിന്റെ അമ്മയുമായി അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? വളരെയധികം. കാരണം അമ്മയായിട്ട് ഞാൻ ഇന്നും തുടക്കം മുതൽക്ക് ലാലിനെ പരിചയപ്പെട്ടതിന് ശേഷം എപ്പോഴും അമ്മയായിട്ടുള്ളൊരു ബന്ധം വളരെ ഗാഢമായിട്ടുള്ളൊരു ബന്ധം തന്നെയായിരുന്നു അത്. ബിക്കോസ് അത് അമ്മയും മോഹൻലാലും കൂടെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലാലും ലാലിനും മോഹൻലാലും അങ്ങനെയുള്ളൊരു പ്രത്യേക ആ അമ്മയുടെയും മോന്റെയും ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതൊരു അമ്മയും മോനും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു. ബിക്കോസ് ഞാൻ കണ്ട സമയം മുതൽക്കുള്ള നർമ്മമായിട്ടുള്ള ആ മോഹൻലാലിന്റെ നർമ്മം മുഴുവൻ എനിക്ക് തോന്നുന്നു അമ്മയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വ്യക്തി. എനിക്കിത് വയ്യ. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടാണെങ്കിലും ശരി, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പോയി പറഞ്ഞാലുണ്ടല്ലോ അതിന് നമുക്ക് കിട്ടുന്ന ആ ഒരു തലോടല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല. പക്ഷെ നമ്മളെ ഓരോരുത്തരും അമ്മയായിട്ട് ഏറ്റവും അധികം അടുത്തിരുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഈ അമ്മ പോയെന്ന്. പിന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് വളരെയധികം മിസ്സിങ് ആയിരിക്കും. അദ്ദേഹത്തിന് മനസ്സിനകത്തൊരു തോന്നലുണ്ടായിരിക്കും, എനിക്കിനി ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീല് പോലെയാണ് ലാല് ഫീൽ ചെയ്യുന്നത്. താങ്കളുടെ ഒരു ഓർമ്മയിൽ, അതായത് ഈ മോഹൻലാലിന്റെ ഈ വളർച്ചയില് നമുക്കറിയാം മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി മോഹൻലാൽ മാറുന്നു, വലിയൊരു താരമാകുന്നു. പക്ഷെ മോഹൻലാലിന്റെ ഒരു കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഈ രീതിയിലുള്ളൊരു വളർച്ചയിൽ ഈ അമ്മ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും? അമ്മ വളർച്ചയിലെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയായിരുന്നു എല്ലാം. കാരണം ലാല് ഏതൊരു കാര്യം അമ്മോട് ചോദിച്ചല്ലാതെ ഒരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാലും എല്ലാം അമ്മോട് പറയുന്നു. എവിടെ പോയി കഴിഞ്ഞാൽ അമ്മയോട് അമ്മ എന്ത് ചെയ്യുന്നു, ഇത് ഭക്ഷണം കഴിച്ചോ, അന്നേരം ഒരു കുട്ടികളെ എങ്ങനെ നോക്കുന്ന പോലെയാണ് അമ്മ ഇങ്ങോട്ട് നോക്കിയിരുന്നു, തിരിച്ച് അങ്ങോട്ടും അതുപോലെ തന്നെയായിരുന്നു. അപ്പം എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഇവരുടെ ഒരു ബന്ധം ഇപ്പം ആലോചിക്കുന്ന സമയത്ത് വളരെയധികം വിഷമം എന്താണെന്ന് അറിയാം. ലാല് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളത് തോന്നുന്നു. ബിക്കോസ് അദ്ദേഹത്തിന് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വളരെയധികം വിഷമിച്ചിരുന്നു. ആ വിഷമം എന്തായിരുന്നു ചോദിച്ചാൽ ഇനി എനിക്ക് മോഹൻലാലിന്റെ അമ്മയുടെ 89ാം ജന്മദിനം നിങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആഘോഷിച്ചതാണ്. ആ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അമ്മയെ അലട്ടിയിരുന്നു. മോഹൻലാൽ അതിനുശേഷം ഏറ്റവും ഒടുവിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം ഓടിയെത്തിയത് അമ്മയുടെ അനുഗ്രഹം തേടിയാണ്. അത്രയധികം വലിയൊരു ബന്ധം അമ്മയ്ക്കുണ്ട്, അമ്മയും മോഹൻലാലും തമ്മിലുണ്ട്. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മയും മോഹൻലാലിന്റെ സുഹൃത്തുക്കളും തമ്മിലും അതേ രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. അന്നത്തെ ആ ആഘോഷത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് താങ്കളും പങ്കെടുത്തു എന്നാണ്. അന്നത്തെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? സുഹൃത്ത് കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ന്യൂസ് 18നോട് സംസാരിച്ചത്. നമുക്കറിയാം, നേരത്തെ ടോം പറഞ്ഞതുപോലെ 89ാമത്തെ പിറന്നാൾ മേജർ രവി അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. അത് ആഘോഷപൂർവ്വം അമ്മയുടെ പിറന്നാൾ മോഹൻലാൽ നടത്തി. അന്നൊരു സംഗീത അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറെ വൈകാരികമായ ചടങ്ങ് കൂടിയായിരുന്നു. അന്ന് വീൽ ചെയറിലിരുന്ന് ആ പിറന്നാൾ ആഘോഷത്തിൽ സന്തോഷത്തോടു കൂടി എല്ലാം ആസ്വദിക്കുന്ന അമ്മയുടെ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത്രത്തോളം പ്രിയപ്പെട്ട ഒരമ്മയാണ് വിടവാങ്ങുന്നത്. 90
91 വയസ്സിലാണ് അമ്മ മകൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ താരരാജാവായി മകൻ വളരുന്നത് കണ്ട് എല്ലാ മലയാളികളുടെയും സ്നേഹ ആശസ്സുകൾ മകൻ ഏറ്റുവാങ്ങുന്നത് കണ്ട് മകൻ്റെ അങ്ങനെ ഓരോ വളർച്ചയിലും നോക്കിക്കണ്ട ഒരമ്മയാണ് ഇവിടെ വാങ്ങുന്നത്. അത്രത്തോളം പുണ്യം ചെയ്ത ഒരമ്മ എന്ന് വേണം ശാന്തകുമാരി അമ്മയെ വിശേഷിപ്പിക്കാൻ. കാരണം മോഹൻലാലിൻ്റെ കരിയർ മലയാളിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും അറിയാവുന്ന ഒന്നാണ്. തിരനോട്ടം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ തുടരും വരെയുള്ള സിനിമകളിലൊക്കെ മോഹൻലാൽ അപ്രപാളികളിൽ മലയാളിക്കായി കാത്തുവച്ച ഒരുപാട് ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ, അതിലൊക്കെ ഓരോ കഥാപാത്രങ്ങളും അമ്മയ്ക്കും സുപരിചിതമായിരുന്നു. മോഹൻലാലിൻ്റെ സിനിമകൾ കാണാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ മകനെ വില്ലന്മാരൊക്കെ അടിക്കുന്നത്, അത്തരം സിനിമകളോട് മോഹൻലാൽ പലപ്പോഴും ശാന്തകുമാരി പലപ്പോഴും തമാശ രൂപേണയെങ്കിലും എൻ്റെ മകനെ ആരും തല്ലുന്ന ഇഷ്ടമല്ല, തമാശ സിനിമകൾ മാത്രമാണ് ഞാൻ അത്തരത്തിൽ മകൻ്റെ കൂടുതലായി കാണാറുള്ളത് എന്ന അഭിമുഖങ്ങളിലൊക്കെ പറയുന്ന ഒരമ്മയെ കൂടി നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം മകനെ സ്നേഹിച്ചിരുന്ന ഒരമ്മയായിരുന്നു, അത്രത്തോളം കരുതൽ ലാലേട്ടനും അമ്മയ്ക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. ആ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. തീർച്ചയായും മേജർ രവിയൊക്കെ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപക്ഷെ മോഹൻലാൽ ഉണ്ടാകും. അമ്മ എന്ന വികാരം അത് അത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് മോഹൻലാൽ.